ഹലോ ഡിയേഴ്സ്, വീണ്ടും സ്വാഗതം മിസ്റ്റർ ആൻഡ് മിസ്സസ് ഷെഫ് ചാനലിലേക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ്. ഗ്രീൻ ആപ്പിൾ ചമ്മന്തി. നല്ല പുളിയുള്ള ആപ്പിളാണെങ്കിൽ നമുക്ക് നമ്മുടെ നല്ല മാങ്ങാ ചമ്മന്തിയുടെ ടേസ്റ്റ് കിട്ടുന്ന ഒരു ചമ്മന്തിയാണിത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ നല്ല ഫാമിൽ നിന്ന് നേരിട്ട് പറിച്ചിട്ടുള്ള ഒരു ആപ്പിൾ, വലിയൊരു ആപ്പിളിൻ്റെ 1/4 ഭാഗം അതിൻ്റെ തൊലി കളഞ്ഞ് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില വേണം. ഫ്രഷ് ആയിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. ഇവിടെ ഫ്രഷ് ആയിട്ട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരു 3-4 ചെറിയ ഉള്ളി അതിലേക്ക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഞാനിപ്പോൾ ഒരു 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പച്ചമുളകോ അല്ലെങ്കിൽ കാന്താരിയൊക്കെ ഉണ്ടെങ്കിൽ കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലത്, അതെടുക്കുക. പിന്നെ ഒരു പിടി തേങ്ങ ചിരകിയത്, അതിലേക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ ഉപ്പും കൂടി വേണം. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നമ്മൾ സാധാരണ ചമ്മന്തി, മാങ്ങ ചമ്മന്തി ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. അതുകൊണ്ടാണ് നമുക്കിന്ന് ഗ്രീൻ ആപ്പിൾ ചമ്മന്തി തയ്യാറാക്കുന്നത്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കാണാം. പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് തേങ്ങ ചിരകിയതും കറിവേപ്പിലയും ചെറിയ ഉള്ളിയും പച്ചമുളകും അതുപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഗ്രീൻ ആപ്പിളും പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് സാധാരണ ചമ്മന്തി അരയ്ക്കുന്നത് പോലെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. ആദ്യം നമുക്കിതൊന്ന് വേണമെങ്കിൽ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം ആപ്പിളും ചെറുള്ളിയൊക്കെ ഒന്ന് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ട് പിന്നെ തേങ്ങ ചേർക്കാം. പക്ഷേ എനിക്കതിൻ്റെ ആവശ്യം തോന്നിയിട്ടില്ല. ഞാനിപ്പോൾ എല്ലാം കൂടി തന്നെ ഇട്ടങ്ങ് അരച്ചെടുക്കുകയാണ്. ആർക്കെങ്കിലും ചമ്മന്തി അരയ്ക്കാൻ അറിയില്ലെങ്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മളിത് ഒരുപാട് അരച്ചൊന്നും എടുക്കണ്ട. നമ്മുടെ മിക്സിയുടെ പൾസ് മോഡിലിട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ കറക്കിയെടുത്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ഇത് നന്നായിട്ട് വേണമെങ്കിൽ ഒന്ന് അരച്ചെടുക്കാം. പക്ഷേ എനിക്ക് ചമ്മന്തി ഈ ഒരു പരുവത്തിൽ ഒന്ന് ചതഞ്ഞെടുക്കുന്ന രീതിയിൽ കിട്ടുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഞാനതുകൊണ്ട് ഒരു 3-4 പ്രാവശ്യം ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്തതേ ഉള്ളൂ. അപ്പോൾ എല്ലാം കൂടി മിക്സായി നല്ല ചമ്മന്തി പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ നല്ല ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ചമ്മന്തിയാണ് നമ്മുടെ ഗ്രീൻ ആപ്പിൾ. നല്ല പുളിയില്ല ഗ്രീൻ ആപ്പിൾ കൊണ്ടുള്ള ചമ്മന്തി. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ ആപ്പിൾ, പച്ച ആപ്പിൾ കിട്ടുവാണെങ്കിൽ അതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ.